ഇതാ ചെറുക്കൻ ആദമല്ലേ? ഇവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ചോദിക്കണമല്ലോ. ഇതാ ചെറുക്ക, നീ എന്തിനാ വീട്ടിരിക്കുന്നത്? കുറച്ച് ഞാൻ പൊക്കോളാം ചേട്ടാ, ഒന്നും ചെയ്യില്ല ചേട്ടാ. ചേട്ടാ ഇരിക്കുന്നു ചേട്ടാ, വേണ്ടാ ചേട്ടാ, സോറി ചേട്ടാ, ഞാൻ ഇരിക്കുന്നില്ല ചേട്ടാ, വേണ്ട. അമ്മേ അമ്മേ അമ്മേ, ഞാൻ പറയുന്നത് കേട്ടേ. എന്താടാ മോനെ? അപ്പൊ അമ്മ അറിഞ്ഞില്ലേ, ഓണത്തിന് ബീച്ച് വെച്ച് പൂജകളെല്ലാരും കൂടെ ചേർന്ന് ഓണപരിപാടി നടത്തുന്നുണ്ട്. കെലി ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ തച്ചുകയും ഉണ്ട്. ആണോ മോനെ? മോനപ്പൊ പോകുന്നില്ലേ? ഇല്ലമ്മ, ഞാൻ പോകുന്നില്ല. എന്റെ നല്ല ഉടുപ്പൊന്നും ഇല്ലമ്മ. ഇവിടെ എല്ലാം പൊടിയാ, എല്ലാം തുടങ്ങട്ടെ. എന്നെ അമ്മ വിളിച്ചേ? മോനല്ലേ പറഞ്ഞ മോൻ ഉടുപ്പില്ലെന്ന്. ഞാൻ മേടിച്ചു തരാട്ടോ. നമ്മുടെ സാഹചര്യം അനുസരിച്ചുള്ള ഉടുപ്പേ കിട്ടത്തുള്ളൂ കേട്ടോ മോനെ. ശരിയമ്മ, നന്ദി അമ്മേ. താങ്ക്സ് അമ്മ. മോൻ എങ്ങനെയെങ്കിലും ഒരു ഉടുപ്പ് മേടിക്കണം. അതിന് നന്നായിട്ട് പണിയെടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. എങ്ങനെയും മോന് ഓണത്തിന് ഉടുപ്പ് മേടിക്കണം. എണ്ണീക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എന്താ ബേബ് പറ. ഓണായില്ലേ, എനിക്കൊരു ഉടുപ്പ് വേണം. അതിന് പീക്കിലിട്ടുണ്ട് പോകാന്. അതെത്ര വേണേലും മേടിച്ചോ മോനെ. പക്ഷെ നീ ആദമിനെ തല്ലിയെന്ന് കേട്ടു. നീ എവിടെ പോവാണ് എത്ര സ്പീഡി? നിനക്ക് കെല്ലിന് ഇഷ്ടമല്ലേ? നീ അത് നടത്തിക്കോ കേട്ടോ. കേട്ടോ? ശരി ചേട്ടാ, സോറി. അമ്മ അമ്മ, എന്റെ ആൽവാറ് പിന്നെ തല്ലാനൊങ്ങി അമ്മ. അതൊന്നും കുഴപ്പമില്ല മോനെ, ഈ ഓണത്തിന് ദൈവം കൊടുത്തോളൂ അവന്. ആദമിന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അൽവാറയ്ക്ക് ദൈവം കൊടുത്തു ഓണത്തിന് മുമ്പ് തന്നെ. അൽവാറോ ആദമിനെ തല്ലിയതറിഞ്ഞ കെലി ഓണപരിപാടികളിൽ എല്ലാത്തിനും വിജയിച്ചുകൊണ്ട് കെലി. ആദമിനോടുള്ള അഗാധമായ സ്നേഹം ഇപ്പോഴും കെലിയുടെ ഉള്ളിൽ.